എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടീച്ചിങ് യു എ ലെസൺ എന്ന നെറ്റ്ഫ്ലിക്സിലെ പുതിയ സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ്. സോ ടീച്ചിങ് യു എ ലെസൺ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് ടീച്ചിങ് യു എ ലെസൺ എന്ന് പറഞ്ഞ കൊറിയൻ വെബ് സീരീസാണ്. സോ ഞാനിത് ബേസിക്കലി സ്കിപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം എനിക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു മൂഡായിരുന്നു. ഒരു 5 മിനിറ്റ് കാണാം, എന്നിട്ട് എന്ത് തോന്നുന്നു എന്നിട്ട് അതിനനുസരിച്ച് പിന്നെ തീരുമാനിക്കാം. അങ്ങനെയായിരുന്നു നമ്മൾ 5 മിനിറ്റ് കണ്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട്, എന്നിട്ട് ബാക്കി കാണാമെന്ന് വിചാരിച്ചിട്ട് വെച്ച്. എന്നിട്ട് 10 എപ്പിസോഡുണ്ട് ഈ സംഭവത്തിന്. ആദ്യത്തെ എപ്പിസോഡ് ചെറുതായിട്ട് നിന്ന് തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഡാർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവം വെച്ചാൽ ഈ സ്കൂളിൽ പിള്ളേര് അനുഭവിക്കുന്ന കുറെ ബുള്ളിനെസ്സും ആ ഒരു ഹറാസ്മെന്റും അതുകൊണ്ട് അവരുടെ ജീവിതം കഷ്ടപ്പാടാക്കും, അങ്ങനെ ഭയങ്കര ഡാർക്കായിട്ടുള്ള സാധനമായിട്ടാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇത് ഇത്തിരി കുറച്ച് ഡാർക്കാണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നു ഈ പിള്ളേരുടെ അവസ്ഥ കണ്ടിട്ട്. കാരണം ഇതിലൊരു ചെക്കൻ അവൻ്റെ ശരിക്കും ഭയങ്കര ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് പോകുന്ന വെച്ചാല് തുടക്കം തന്നെ ഒരു ചെക്കൻ്റെ മാനസികാവസ്ഥ ശരിക്കും അങ്ങോട്ട് പിഴിയണ പോലെ കുറച്ച് പിള്ളേര് കഷ്ടപ്പെടുത്തണ ഇവനങ്ങനെ അടിച്ച് താഴ്ത്തണാണ്. എന്നിട്ട് വേസ്റ്റ് ബാസ്കറ്റ് തലക്കടിക്കുന്നത്, എന്നിട്ട് വളരെ ക്രൂരമായ നമുക്ക് നമ്മുടെ ഇവിടെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു ബുള്ളിങ്. എന്നിട്ട് അതിൽ ചെയ്യണ ഒരു ചെക്കൻ അവൻ എന്ന് പറയുമ്പോൾ അവൻ കാരണം ഒരു സ്കൂൾ ടീച്ചർ മരിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ സ്പോയിലർ അല്ല കേട്ടോ, അത് 5 മിനിറ്റിന്റെ സംഭവമാണ്. എന്നിട്ട് അത് കാരണം ഒരു പയ്യനെ ശരിക്കും ആത്മഹത്യക്ക് തള്ളിവിടുന്ന ഒരു സംഭവം വരെ എത്തിയിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനത്തെ അത്രയും ഡാർക്കായിട്ടുള്ളൊരു സംഭവം അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കണ്. അത്രയും ഡാർക്ക് ഇവിടെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ ശരിക്കും ഇത്രയും സീനായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ലോ. ഇത്രയും ഡാർക്കായിട്ട് സ്കൂളിലൊക്കെ സംഭവിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ചെക്കന് അവന് അവൻ മരിക്കേണ്ടി വന്നു. അവൻ സ്വന്തം സൂയിസൈഡ് ചെയ്ത് മുകളിൽ നിന്ന് ചാടി. കാരണം ഇവിടെ ജീവിക്കുന്നതിനെക്കാളും നല്ലത് മറ്റണമെന്ന് തീരുമാനിച്ച്. അതും പോരാന്ന് അവൻ്റെ വീട്ടുകാരെ പീഡിപ്പിച്ചല്ല, ഭയങ്കരമായിട്ട് തരം താഴ്ത്തുകയും ചെയ്ത്. എന്നിട്ട് ഇതിലെല്ലാം കണ്ടു നിന്ന ഒരു ചെക്കൻ അവസാനം അവനടുത്ത ഇതായി, അവൻ്റെ ഒഴിവായി. കാരണം ഈ ഒരു ചെക്കൻ്റെ ഈ കഷ്ടപ്പാടും ഇതൊക്കെ അടുത്ത് ഇവന്റെ ഊഴോയി. എന്നിട്ട് എല്ലാവരും കൂടി ഈ ബുള്ളീസ് എന്ന് പറഞ്ഞ ഈ മെയിൻ ചെക്കൻ, ആ ചെക്കൻ്റെ അപ്പൻ എന്തോ വലിയൊരു കുണാണ്ടറാണ്. അത് കാരണം ഇവനെന്തും കാണിക്കുകയാണ് ഈ സ്കൂളിൽ കിടന്ന്. എന്നിട്ട് ഇവൻ ഈ ചെക്കനെ ഇതേപോലെ ചെയ്യാൻ തുടങ്ങി. ചെയ്യുന്ന ഒരു സമയത്ത് ഒരു മൊമെന്റിൽ വെച്ച് അടിച്ചിരിക്കുന്ന സമയത്ത് ശരിക്കും ചാകാൻ പോണ അത്രയും ലെവലിലെത്തിയപ്പോൾ തന്നെ ഒരാൾ വന്ന് കൈ കയറി പിടിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. നമ്മുടെ കഥാനായകൻ കൈ കയറി പിടിച്ചിട്ട് ഈ ഒരു ബുള്ളിനെ ഇടിച്ച് തല്ലണയാണ്. എന്നിട്ട് ഇവരെല്ലാവരും വിചാരിച്ചത് സ്കൂൾ ടീച്ചറാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആർക്കൊന്നും മനസ്സിലാകണ്ട. എന്നിട്ട് ഈ മെയിൻ നടൻ ഇവരിട്ട് തള്ളനാണ്, ഈ ബുള്ളീനെ ഇട്ട് തള്ളനാണ്. തല്ലി ശരിക്കും പരിപോക്കിയിട്ട് പറയണേണ് ഒരു പുതിയ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇൻസ്പെക്ടറാണ് പുള്ളിക്കാരൻ. ഒരു ഇൻസ്പെക്ടർ വന്നിട്ട് ഇതുപോലെ കുരുത്തങ്കേട് കാണിക്കുന്ന പിള്ളേരെ അടിച്ച് പരിപോക്കി അവരെ നേർവഴിക്ക് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ഓഫീസർ വന്നേക്കണം ഇതെല്ലാം നിർത്താൻ വേണ്ടി. അവിടെ നിന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്, അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ഈ ഒരു ട്രാക്ക് പിടിച്ചിട്ട് ഈ ഒരു ഒറ്റ എപ്പിസോഡ് ശരിക്കും ഒരു 5 മിനിറ്റിൽ തീരുന്ന പോലെ അത്രയും ഫാസ്റ്റിൽ തീർന്നാൽ അൾട്ടിമേറ്റ് സാറ്റിസ്ഫൈങ് ആയിരിക്കും ശരിക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ശരിക്കും നമുക്ക് ഇതേപോലെ ഒരാൾ നമ്മുടെ സ്കൂളിൽ നമ്മളെ ആരെങ്കിലും ബുള്ളി ചെയ്യുമ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലാന്ന് തോന്നിപ്പോയി. അപ്പൊ ആ ഒരു രക്ഷകനായിട്ട് ഒരു ശരിക്കും സിനിമ കാണുന്ന പോലെ ഒരു ഭയങ്കര മാസ് എന്ന് പറഞ്ഞാൽ കൊടൂര മാസ്. നമ്മുടെ നായകനാണ് ചുമ്മാ ഒടുക്കത്തെ ഓറയാണ് പുള്ളിക്കാരന്, ഒടുക്കത്തെ ലുക്കാണ്, പിന്നെ ഹെയർ സ്റ്റൈലും പൊളി, പുള്ളിയുടെ ആക്ഷനും പൊളി. ചുമ്മാ നിന്ന് നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ഇടിക്കാൻ പറ്റുമ്പോൾ പുള്ളി ചാടിന് അങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല, വെറുതെ നിൽക്കണം. ഒന്ന് നൈസായിട്ട് ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും എനിക്ക് സിനിമ കാണുന്ന ഒരു ഫീലിംഗിൽ ഒരു കൊറിയൻ വെബ് സീരീസ് വന്നേക്കാണ്. ആൻഡ് ഓ മൈ ഗോഡ്, ദാറ്റ് ആക്ഷൻ സീൻ, എസ്പെഷ്യലി എപ്പിസോഡ് 2 ഒരു ആക്ഷൻ സീൻ. ഒരു എപ്പിസോഡിൽ ഒരു സ്കൂളിന്റെ പരിപാടി തീർക്കും, എന്നിട്ട് ഇമാർ അടുത്ത സ്കൂളിലേക്ക് പോകും. ഇമാരല്ല ഇയാള്, എന്നിട്ട് ഇയാളുടെ 2 അസോസിയേറ്റ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ചില ഭാഗത്തൊക്കെ. എന്നിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ നേടുന്ന കുറെ വെല്ലുവിളികൾ ഇവിടെ ഒരു മിനിസ്റ്റർ വന്ന് പറയുകയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇനി തുടങ്ങി ചെയ്യുന്നു. എന്നിട്ട് അയാൾക്ക് നേടുന്ന കുറെ വെല്ലുവിളികൾ, ഈ ബുള്ളികൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ അതിൻ്റെ ഒരു മിക്സാണ് ശരിക്കും ഈ ഒരു വെബ് സീരീസ്. ഒരു വളരെ എന്റർടൈനിങ് ആയിട്ട് കാണാൻ പറ്റിയൊരു കമേഴ്ഷ്യൽ സിനിമ പോലെയാണ് എനിക്ക്
ബേസിക്കലി ഈ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. 2 എപ്പിസോഡേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഞാൻ കണ്ടിട്ടില്ല. 2 എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എനിക്കിത് പെട്ടെന്ന് എടുത്ത് വേഗം തന്നെ റിവ്യൂ പറയാൻ ശരിക്കും തോന്നി. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇത്ര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു വെബ് സീരീസ് ഇവിടെ ഉണ്ടായിരുന്നു ആരും പറഞ്ഞില്ല, ആരും ചെയ്തിട്ടില്ല. ലൈക്ക് നെറ്റ്ഫ്ലിക്സ് എവിടെന്നോ കൊണ്ടുവന്ന് റെക്കമെൻഡേഷൻ വന്ന് പുതിയ എന്തോ സീസൺ വന്ന് അത് കാരണം ഞാൻ പോയി കണ്ടതാണ്. അങ്ങനെയാണ് ശരിക്കും ഇതെല്ലാവരും കാണേണ്ട ഒരു അടിപൊളി സംഭവം തന്നെയാണ്. വളരെ എന്റർടൈനിങ് ആണ്, വളരെ എൻഗേജിങ് ആണ്. നമ്മുടെ മെയിൻ നടൻ പുള്ളിക്കാരൻ്റെ ഒരു ഓറ, വാവ്, ലൈക്ക് ഒരു മഴയത്തൊരു ആക്ഷൻ സീൻ ഉണ്ട് എപ്പിസോഡ് 2-ല്. അത് കാണുമ്പോൾ തന്നെ പോളി, ലൈക്ക് ഇതേപോലത്തെ സംഭവമൊന്നും നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ. ലൈക്ക് ഇത്രയും അടിപൊളിയായിട്ട് പാട്ടും മ്യൂസിക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെയൊക്കെ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു അടിപൊളി വെബ് സീരീസ് സംഭവം നെറ്റ്ഫ്ലിക്സിൽ നടക്കുന്നുണ്ട്. സോ ഇനിയും എപ്പിസോഡുകൾ ഉണ്ടാവും. അതിന്റെ എപ്പിസോഡുകളിലെ 10 വന്നിട്ടുണ്ട്, അതിൽ ഞാൻ 2 കണ്ടിട്ടുള്ളൂ. ഇനി ബാക്കി കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.